31-ാം തീയതി മേൽപ്പാലം തുറന്നു നൽകുന്നു അറിഞ്ഞായിരുന്നു. അല്ല, നമുക്കിപ്പോ ബൈക്കും സൈക്കിളും പോയില്ലെങ്കിലും വേണ്ട, ഒരാളൊക്കെ നടന്നു കണ്ടാൽ മരിക്കണേന് മുമ്പ്. നമ്മളൊരു 4-5 പേര് നമുക്ക് പെട്ടെന്ന് പാലം തീർക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അതിന്റെ കുറ്റം പറയരുത്. ഒന്ന് ഏറ്റെടുക്കുക, അതവിടെ വെച്ചിട്ട് അടുത്തത് പിടിക്കുക. ഇത് എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചെയ്യുന്ന സാധനങ്ങൾ ചെയ്ത് തീർക്കുന്നില്ല. ഇത് നൂത്തിറക്കാൻ വേണ്ടി വലിയ പാടൊന്നും ഇല്ലായിരുന്നു. അത് ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വളവ് വന്നത്. ഇത് പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി പാലം വേണം പറഞ്ഞു. അടിയന്തരം എന്ന് പറഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു. MLA-യുടെയും ഗവൺമെന്റിന്റെയും ശക്തമായ ഈ പാലം ഏതായാലും ഒരു ഹാൻഡ്മെയ്ഡ് പാലമായി കണക്കാക്കേണ്ടി വരും. അലൈൻമെന്റ് ഇല്ലാത്തൊരു പാലമാണ്. അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒരു പക്ഷേ ഈ ബൈക്കിൽ നിന്ന് താഴെ വീണാൽ എത്തിച്ചേരാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. നമസ്കാരം, ചിറയൻകീഴാണ് നിൽക്കുന്നത്. ചിറയൻകീഴ് മേൽപ്പാലം 6 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പണി ആരംഭിച്ച ഈ മേൽപ്പാലം 31-ാം തീയതി ഒരു പക്ഷേ തുറന്നു നൽകുമെന്നൊക്കെ ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. 31-ാം തീയതി മേൽപ്പാലം തുറന്നു നൽകുന്നു അറിഞ്ഞായിരുന്നു. നാളുകൊണ്ട് പറയല്ലേ, അത് നമ്മളൊരു കുറ്റം പറയരുത്. നമ്മൾ കാര്യം 4-5 പേർ ചേർന്ന് വർഷങ്ങളായിട്ട് പണിയെടുക്കുന്നതാണ്. 5 പേരുടെ എഫർട്ട് ആണത്. കുറ്റം പറയരുത്, ഒരിക്കലും പറ്റും. 5 പേർ ഇപ്പൊ താങ്കളെ കൊണ്ട് പറ്റുമോ? താങ്കളും ഇദ്ദേഹവും ഞാനും നമ്മളൊരു 4-5 പേര് നമുക്ക് പെട്ടെന്ന് പാലം തീർക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ അതിന് കുറ്റം പറയരുത്. പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഇരുചക്ര വാഹനങ്ങൾ ആദ്യമേ കടത്തിവിടുമെന്നാണ് പറയുന്നത്. ഇവരൊക്കെ ചിലപ്പോ ഈ നേത്രാവതി എക്സ്പ്രസിന്റെ മുകളിൽ ഇരിക്കാൻ സാധ്യതയുണ്ടോ? കേരള എക്സ്പ്രസിന്റെ മുകളിൽ ഡൽഹിയിലെത്തും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഇരുചക്ര വാഹനം കടത്തി വിട്ടിട്ട് ഈ പാലത്തിനിപ്പോ സൈഡ് വാളില്ല. ഒരുപക്ഷെ ഒരു ബൈക്ക് വീണ ട്രെയിനിന്റെ മുകളിൽ വീണാൽ അത് ചിലപ്പോൾ ചെന്ന് നിൽക്കുന്നത് കേരള എക്സ്പ്രസിലാണെങ്കിൽ ചെന്നൈ മെയിലാണെങ്കിൽ മദ്രാസിലേക്കും, ഐലൻഡിലാണെങ്കിൽ ബാംഗ്ലൂരേക്കും. അപ്പൊ കേരളത്തിൽ നിന്നും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒരു പക്ഷേ ഈ ബൈക്കിൽ നിന്ന് താഴെ വീണാൽ എത്തിച്ചേരാനുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ചില ആളുകളുടെ പ്രതികരണം കൂടി കേൾക്കാം. നമ്മുടെ ദുരിതം തീരണം എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ ബൈക്ക് സൈക്കിളും ഒക്കെ പോകാൻ പറ്റുള്ളൂ. നിങ്ങൾ കാറുണ്ടോ? അല്ല, നമുക്കിപ്പോ ബൈക്കും സൈക്കിളും പോയില്ലെങ്കിലും വേണ്ട, ഒരാളൊക്കെ നടന്നു കണ്ടാൽ മതി മരിക്കണേന് മുമ്പ്. ഒരാഗ്രഹം. അല്ല, അത് നമ്മൾ ഒരിക്കലും കുറ്റം പറയരുത്. കാര്യം ഇത് വെറും 3, 4, 5 ആളുകൾ മാത്രമാണ് പണിയുന്നത്. അപ്പൊ അത് കൊണ്ട് ഒരുപാട് വൈകാൻ സാധ്യതയുള്ളത്. നമ്മളാണ് ഈ 3-4 പേരെ വെച്ചത്. നമ്മളാണ് പൈസ ചെലവാക്കണത്. സർക്കാരിലെ ചെലവാക്കണം. ഞാൻ എത്രയോ കാലം കൊണ്ട് ഇതിന് കൊടുക്കാത്ത മൈക്ക് ഇന്ന് അതിന്റെ അബദ്ധത്തിൽ നിന്ന് എന്നെ പിടിച്ചു നിർത്തിയതാണ്. ഇതിപ്പോ സംഭവം എന്ന് പറയണത്, ഇത് അലൈൻമെന്റ് ഇല്ലാത്തൊരു പാലമാണ്. നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. അലൈൻമെന്റ് മാത്രമല്ല, പണിക്കാരും ഇല്ല. അല്ലെ, പണിക്കാരന് മാത്രമല്ല, നിങ്ങൾ അവിടെ ചെന്ന് നോക്കിയാൽ കാണുന്ന കാര്യം എന്താണെന്ന് അറിയൂ. അങ്ങനെ ഒന്നും വാഹനം ഇങ്ങനെ കാണാൻ പറ്റത്തില്ല. വളവാണ്. ഇത് നൂത്തിറക്കാൻ വേണ്ടി വലിയ പാടൊന്നും ഇല്ലായിരുന്നു. അവർ ചിലരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വളവ് വന്നത്. അവിടെ ചെന്ന് നോക്കിയാൽ കാണാം. ഇവിടെ നിന്ന് വേണ്ട പാലത്തിൽ മധ്യത്ത് വെച്ചാണ് അവിടെ നിന്ന് വേണ്ട സാധനത്തിനെ കാണുന്നത്. ഈ ഒടുവ് വേണ്ട, അവിടെ നിന്ന് വേണ്ട സാധനത്തിനെ കാണുന്നത് ഇവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പൊ സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഒരു രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് നമ്മൾ പറയുമ്പോഴത്തേക്ക് രാഷ്ട്രീയം എന്ന് വിചാരിക്കുന്നത് അല്ല. ഇതിപ്പോ സംഭവം എന്ന് പറയുന്നത്, ഈ പാലം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വന്ന ഏറ്റവും വലിയ സമ്പത്താണ്. വക്കംപുഷ്പത്തിന്റെ കാലത്ത് ഒരുപാട് പാലങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ സമയം ബന്ധിതമായിട്ടായിരുന്നു. 1 വർഷം നമുക്ക് താമസിക്കും. ഇവിടെ ഒരു പക്ഷേ മാധ്യമങ്ങളടക്കം ഇവിടുത്തെ പൊതുജനങ്ങളടക്കം താങ്കളെ പോലെയുള്ള രാഷ്ട്രീയക്കാരൊക്കെ അന്ന് ആവശ്യപ്പെട്ടത് ഈ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിലേക്ക് രോഗികളുമായി എത്തുന്ന ആംബുലൻസ് അടക്കം ഇവിടെ കുടുങ്ങി കിടക്കുന്ന സംഭവം, ഇത് പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി പാലം വേണം പറഞ്ഞു. അടിയന്തരം എന്ന് പറഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞു അല്ലേ? അല്ലെ, അടിയന്തരമായിട്ട് പാലം വേണം എന്ന് പറയുമ്പോൾ നടക്കാൻ വേണ്ടി ഒരു ലോജിക്കലി നമുക്ക് പറയാമല്ലോ. ഇത് നടത്താൻ വേണ്ടി ഒരു സമയപരിധി ഉണ്ട്. ഇവിടെ നടന്നെന്ന് പറയണത് 1-2 വർഷം അല്ല, 2 അല്ല 5 അല്ല, അതല്ല. ഇപ്പൊ പ്രശ്നം എന്ന് പറയുന്നത്, റെയിൽവേക്ക് ഒരു സ്ഥലമുണ്ട്. ഗേറ്റിന്റെ അപ്പുറവും ഇപ്പുറവും 50 മീറ്റർ അപ്പുറവും ഇപ്പുറവും അത് റെയിൽവേയുടെ സ്ഥലവും. പക്ഷെ അത് അവർ ക്ലിയർ ചെയ്തിട്ടും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടന്നത്. ഇപ്പൊ ഇവര് ഈ കോൺട്രാക്ട് പറയണത് നമുക്ക് പൈസ തന്നില്ല, നമുക്ക് 20 ലക്ഷം രൂപ കിട്ടാനുണ്ട്, നമ്മളെന്ത് വേണം? അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപ കിട്ടാനുള്ളപ്പോൾ നമുക്ക് ഉള്ള ഇതിൽ 2-3 പേരെ ചെയ്യിക്കാൻ പറ്റും. ആളുള്ള കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവർ പറഞ്ഞാൽ നമുക്ക് കൊല്ലം പറയാൻ പറ്റും. ഇതെന്ന് വെച്ചാൽ അലംഭാവം. MLA-യുടെയും ഗവൺമെന്റിന്റെയും ശക്തമായ അലംഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പൊടി പ്രശ്നം ചില്ലറ പ്രശ്നമാണ്. ഇവിടെ ഇപ്പൊ ഈ കലാഗ്രാമത്തിന്റെ പ്രശ്നം ചില്ലറ പ്രശ്നമാണ്. കലാഗ്രാമം തുടങ്ങിയിട്ട് എത്ര നാളായി? പൈസ ബൾക്കായിട്ട് കിട്ടിയതാണ്. പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇപ്പൊ ചിറയൻകീഴ്. പ്രശ്നങ്ങളുടെ നടുവിലെന്നല്ല, പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ അലംഭാവം. അവരൊക്കെ ഉത്തരവാദിത്വമില്ല. ഒന്ന് ഏറ്റെടുക്കുക, അതവിടെ വെച്ചിട്ട് അടുത്തത് പിടിക്കുക. ഇത് എന്തിനു വേണ്ടിയുള്ള ഓട്ടമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചെയ്യുന്ന സാധനങ്ങൾ ചെയ്ത് തീർക്കുന്നില്ല. നമ്മളിപ്പോൾ MLA ഒരിക്കലും ഒരു വിമർശിച്ചിട്ട് പറയല്ല. MLA സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ
കാര്യങ്ങൾ നമ്മളുടെ MLA മുഖ്യമന്ത്രി ഒന്നും വിമർശിക്കുന്നില്ല, ജനങ്ങളുടെ ആവശ്യത്തെ പറ്റി ആവശ്യത്തിൽ ഇത് വിചാരിക്കുന്ന ആളാണ്. എത്ര പേരെ നമ്മുടെ തലയ്ക്ക് ചുമന്നുകൊണ്ട് പോയിട്ടുണ്ടെന്നറിയാം. ഗർഭിണികൾ ഒരു സ്ത്രീ പ്രസവിച്ചു, അങ്ങ് വന്ന് കരഞ്ഞു വന്നപ്പോഴത്തേക്ക് പ്രസവിച്ചു, അവിടെയും കേട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ആരും കുറ്റമായിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ ഈ ഡിലേ സഹിക്കാൻ വയ്യാത്തതുകൊണ്ട്. ഏതായാലും ഈ ഒരു പാലത്തിൽ കയറി ഒന്ന് കാലുവെക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കാര്യം നമ്മളൊക്കെ പറയും ചില നിർമ്മിതികളുണ്ട്, ഈ മെഷീൻ നിർമ്മിത ഉൽപ്പന്നങ്ങളുണ്ട്, കൈകൊണ്ടുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. ഈ പാലം ഏതായാലും ഒരു ഹാൻഡ് മെയ്ഡ് പാലമായി തന്നെ കണക്കാക്കേണ്ടി വരും. കാര്യം 2 മെഷീന്മാരും 3 കയ്യാളന്മാരും ചേർത്ത് നിർമ്മിച്ച ഈ ഒരു പാലം ഒരു ഹാൻഡ് മെയ്ഡ് പാലമായി തന്നെ പറയേണ്ടി വരും. ക്യാമറമാൻ അനീഷ് മംഗളോടൊപ്പം രജനീഷ്, ഇസ്മായിലൂസ്.